ഭരണകൂടങ്ങളൊന്നും ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഭരിക്കുന്നത്. അവരവരുടെ നിലനിൽപ്പിനും അവരവരുടെ കുടുംബത്തിനും. ഇന്ന് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? പാവങ്ങൾക്ക് വേണ്ടി വന്ന പാർട്ടിയാണ്. ഇന്ന് കമ്മ്യൂണിസത്തിൽ ഒരു പാവങ്ങളെ കാണിച്ചു തരാമോ? നേതാക്കളിൽ എല്ലാവരും കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇത് എവിടെ നിന്നുണ്ടായതാ? മഴ പെയ്യുമ്പോൾ വീണ് കിട്ടണമെന്നല്ലല്ലോ, ഇത് കട്ടത് തന്നെയാണ്. അഴിമതി നടത്തിയ പണം തന്നെയാണ്. ഈ ഖജനാവിൽ നിന്ന് വാരിക്കൊണ്ടുപോയി അഴിമതി നടത്തിയ പണം തന്നെയാണ്. ഇന്ന് അവര് രാജാക്കന്മാരെ പോലെ 50ഉം 60ഉം വണ്ടിയുടെ മറ്റേ എസ്കോർട്ടോടുകൂടി രാജകീയ പദവിയിലാണ് ജീവിക്കണം. ഇതാണ് കമ്മ്യൂണിസം. എനിക്കതിനെ അനുകൂലിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അതല്ല. ഇവിടെ കേരള യാത്ര എന്നും പറഞ്ഞ് നടത്തിയിട്ട് എന്തോരം സ്കൂളുകളുടെ മതിലുകൾ ഇടിച്ചു പൊട്ടിച്ച് സ്റ്റേജിന്റെ വാതിക്കൽ ബസ് ചെല്ലൂലെന്നും പറഞ്ഞ് ഈ പുറത്തിറങ്ങിയിട്ട് നടന്നു പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എന്തിനാ ഈ നാട് ഭരിക്കാനിരിക്കണത്? ഒന്നാമത്തെ കാര്യം, ഈ ഒരു MLA MP ഒക്കെ ആയിട്ട് മത്സരിക്കുന്ന ആൾക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും പ്രായവും മാനദണ്ഡമാക്കണം. ഈ അറിവും വിവരവും ഇല്ലാത്ത ഒരു ഭരണത്തിലേറിയതിന്റെ ഫലമാണ് ഇന്ന് ഈ രാജ്യം അനുഭവിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വേണം. ഒരു പിയുടെ തസ്തികയ്ക്ക് ഒരു അപേക്ഷിക്കണമെങ്കിൽ നമുക്കൊരു വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട്, ഒരു വയസ്സുണ്ട്. ഇത് വയസ്സും നോക്കണ്ട, വിദ്യാഭ്യാസവും നോക്കണ്ട, വിവരവും നോക്കണ്ട, ഒന്നും നോക്കണ്ട.